ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ വിചാരിക്കും നമുക്ക് ശത്രുക്കളില്ലെന്ന്. പക്ഷേ നമ്മളോട് അടുത്തുകൂടി ചിരിച്ചു നിൽക്കുന്നവരായിരിക്കും നമ്മുടെ മുഖ്യ ശത്രു. കഥയെഴുത്ത് തുടങ്ങിയോന്ന് നിങ്ങൾക്ക് എന്താ അമ്മേ? എനിക്ക് കുന്തം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ നേരെ വന്നാലുണ്ടല്ലോ നിന്റെ കട്ടയും പടമൊക്കെ ഞാൻ പൂട്ടിക്കെട്ടും. ജേട്ടനൊന്ന് ചുമ്മാ ഇരുന്നൂടെ? വടി കൊടുത്ത് അടി മേടിക്കാതിരിക്കുന്ന എന്തിനാ? ഭാര്യയുടെ ഉപദേശം കേട്ട് പെറ്റതള്ളയെ കൊണ്ട് കൊല്ലടാ, കൊല്ല്. എന്റെ ജയന്റെ അമ്മ ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്കെ. ഞാൻ ഒന്ന് എഴുതി തീർത്തോട്ടെ. ആ എഴുത്ത് തെറ്റിച്ച് പപ്പടം എഴുതിയത് പടം നായി പോയി. ഒരു ഇപ്പ അങ്ങ് പോയില്ലേ? ഓ അത് നന്നായി. അങ്ങനെയെങ്കിലും രാധാമ ഒന്ന് ചിരിച്ചല്ലോ. ഓ ഇപ്പായിക്ക് സ്തുതി. ആ ചിരി ഇപ്പം മായി. ലിസ്റ്റ് തയ്യാറായോടി? അല്ല ഈ ജയനെ ഇവിടെ ഇരിക്കുമ്പോ ഈ പൊരുവയിലത്തെ അച്ഛനെ എന്തിനാ വിടുന്നത്? എവര് പോയി വാങ്ങിച്ചോണ്ട് വന്നൂടെ? മിസ്റ്റർ ജയനെ എന്റെ ഒന്നാന്തരം മരുമകനാ. മരുമക്കളെ ഏതെങ്കിലും അമ്മായിച്ചൻ കടയിൽ വിടുമോ? കടയിൽ വിടാത്തത് മരുമോനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. കാശ് കൊടുത്ത് കടയിൽ വിട്ടാലേ എന്റെ സത്യസന്ധനായ മോയ് അതുകൊണ്ടുപോയി പുട്ടടിക്കും. അതാ എന്റെ ജേട്ടൻ അത്ര തറപ്പണികളൊന്നും ചെയ്യത്തില്ല. അവളൊരു ജയേട്ടായി. എവളാണ് ഒരു തരത്തിൽ എവനെ ഇങ്ങനെ വഷളാക്കുന്നത്? കോട്ടെ ജയന്റെ അമ്മ പിള്ളേരല്ലേ? പിന്നെ ഒരു മുതിർന്ന പിള്ളേരുടെ അച്ഛനാ ജയൻ. പിള്ളേരല്ലെന്ന് പോലും. ഞാൻ ആ കൃതിക കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറിയത് ഒട്ടും ശരിയായില്ല. എനിക്ക് തന്നെ വല്ലാത്ത കുറ്റബോധം. ഫോണെടുത്തില്ലല്ലോ. ആ വർമ്മ സാറ് രാജുവിനെ കൈയൊഴിയില്ല. കോവിലകത്തെ സ്വത്തുക്കളെല്ലാം രാജുവിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതുപോലെ വർമ്മ സാറിന്റെ സ്വത്തുക്കളും രാജുവിന് കൊടുക്കും. ഇതെല്ലാം ആ കൊച്ചിൻ്റെതല്ലേ? എന്തായാലും പിണക്കിയത് മോശമായി പോയി. ഇത്രയും കാശുള്ളവരൊക്കെ പിണക്കി നിർത്തത് ശരിയല്ല. പിന്നെ കാശുള്ളവര് എന്റെ ജയന്റെ അമ്മ മുമ്പും ഇതുപോലെ തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഭിമാന സ്തംഭം എന്റെ മോൻ രാജു. അവസാന നിമിഷം അവനെല്ലാം വേണ്ടെന്ന് വെക്കും. ഈ ദുരഭിമാനം എന്ന് പറയും, ദുരഭിമാനം. അച്ഛനും മോനും ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അവര് നല്ലവരായിരുന്നെങ്കിൽ ഞാനും എന്റെ പിള്ളേരും ഈ വാടക വീട്ടിൽ കിടക്കുമായിരുന്നോ? അതെ, ഇത്രയും കോടികളുള്ളവരായിട്ടുള്ള വന്ന ഒരു വീടെങ്കിലും ചോദിച്ചു വാങ്ങിച്ചോളെ. ആ കൊച്ചിനോട് അങ്ങനെ അകലുന്നത് ശരിയല്ല. പതുക്കെ ഒട്ടുകൂടിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ആ പെങ്കുച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ആ കോവിലകത്തിന്റെ മുഴുവൻ ചുമതലയും അവര് രാജുവിന് കൊടുത്തല്ലോ. ഓ എന്തുമാത്രം വരുമാനം ആ കോവിലകത്തേക്ക് കുമിഞ്ഞു കൂടുന്നത്. പിന്നെ കുറെ കാര്യസ്ഥന്മാര് കട്ടുമുടിപ്പിക്കുകയല്ലേ. പിന്നെ രാജുവിനോട് സംസാരിച്ചിട്ട് ഞാൻ ആ കോവിലകത്തേക്ക് താമസം മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും കോവിലകത്തേക്ക് ഒരു മഹാറാണി അത്യാവശ്യമല്ലേ. ഞാൻ രാജുവിന്റെ ബന്ധുവല്ലേ. പിന്നെ ഞാനായാലും എന്താ കുഴപ്പം? എന്റെ പൊന്നമ്മച്ചി, ദയവ് ചെയ്ത് എന്റെ മകനെ ഉപദ്രവിക്കില്ലേ.
അല്ല നിങ്ങൾ ഇത് ഏത് വഴി പാഞ്ഞു കയറി? ആ ഞാൻ എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. മോളെ അച്ഛാ നീ പോയി എന്റെ മൊബൈലും എടുത്തോണ്ട് പാടി. ഞാനും എന്റെ മകനും നല്ലപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. കണ്ടവരുടെ മുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവതാര്യം പറ്റി ഞങ്ങൾക്ക് ശീലമില്ല. കോവിലകം അവനോട് നോക്കി നടത്താൻ പറഞ്ഞത് അവരുടെ മര്യാദ. അതവൻ നോക്കി നടത്തും. അത് അവന്റെ മര്യാദ. അവന് ചുമതല കിട്ടിയെന്ന് കരുതി അവനോ ഇവിടെയുള്ളവരോ അവിടെ ചെന്ന് കിടക്കുന്നു. അപ്പോ തിളപ്പിക്കാൻ അടുപ്പത്തേക്ക് വെച്ചേക്കണ പരിപ്പും കലവും അങ്ങെടുത്ത് മാറ്റിയേക്ക്. ഇവിടത്തെ കലത്തിൽ അത് വേവൂല. എന്നതാ തള്ളായി കുറച്ച് പഴകഞ്ഞി എടുക്കട്ടെ. പഴകഞ്ഞ് നിന്റെ അപ്പനും കൊണ്ട് കൊടുക്കുക. തുള്ളി അങ്ങനെ ചത്തുപോയില്ലേ? നീ ഓടി. അവര് കള്ളന്മാരാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരായാലും കണ്ടുപിടിക്കണം. എന്തമ്മേ കോലത്തുനിന്ന് പോന്ന ശേഷം അമ്മയ്ക്ക് എന്താ വല്ലാത്ത ടെൻഷൻ? അല്ല മോളെ, എനിക്കിപ്പോഴും ആ ഷോക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. പാതിരാത്രിക്ക് തറവാട്ടിലേക്ക് കയറി വന്നിട്ടുള്ള ആ ആക്രമണം, അത് കള്ളന്മാര് തന്നെയാണോ? കള്ളന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അമ്മയെ ആക്രമിക്കാൻ മാത്രം ധൈര്യമുള്ള ശത്രുക്കൾ അവിടെയുണ്ടോ? എല്ലാ പ്രൊട്ടക്ഷനും ഉള്ള ഭരണാധികാരികൾ വരെ ആക്രമിക്കപ്പെടുന്നു. പിന്നെ എന്നെ കൊല്ലാനാണോ പ്രയാസം? നമ്മൾ വിചാരിക്കും നമുക്ക് ശത്രുക്കളില്ലെന്ന്. പക്ഷേ നമ്മളോട് അടുത്തുകൂടി ചിരിച്ചു നിൽക്കുന്നവരായിരിക്കും നമ്മുടെ മുഖ്യ ശത്രു. അകലെ